വയറ്റിലെ കൊഴുപ്പ് നീക്കാൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായതോടെ വിരലുകൾ നഷ്ടപ്പെട്ട് ദുരിതത്തിലാണ് നീതു. ഗുരുതര ചികിത്സാ പിഴവിൽ പരാതി നൽകിയിട്ട് 3 മാസം കഴിഞ്ഞു. യാതൊരു നടപടിയുമില്ലെന്ന് മാത്രമല്ല, ആരോപണ വിധേയനായ ഡോക്ടർ ഇപ്പോഴും ജോലി ചെയ്യുന്നുമുണ്ട്. നീതി തേടി പല വാതിലുകൾ മുട്ടുകയാണ് നീതു. എല്ലാവരും പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഹോപ്പും ഇല്ലാത്ത കേസാണ്, മരിച്ചു പോവും, അങ്ങനെയുള്ള കണ്ടീഷൻ. അപ്പോഴൊന്നും എനിക്ക് ബോധമില്ലായിരുന്നു. ബോധം വരുമ്പോഴും ഇവരെന്നോട് പറയുന്നില്ല 24 മണിക്കൂർ കണ്ടിന്യൂസ് ഡയാലിസിസ് ആയിരുന്നു, അങ്ങനെ കുറച്ച് ഇവരെൻ്റെ അടുത്ത് പറയുന്നില്ല. പിന്നീട് രണ്ടാമത് ഈ സർജറിക്ക് പോകുമ്പോഴാണ് പറയുന്നത് അത് ഡെഡായിപ്പോയി, ഇനി ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല, നമുക്കത് മുറിച്ച് കളയാനേ ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല, കാരണം അത് ഡെഡായി പോയതാണ്. ഒരു ശസ്ത്രക്രിയ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചതിന്റെ ദുരിതമാണ് നീതു പറയുന്നത്. ഫെബ്രുവരി 22-നാണ് തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശിയായ നീതു വയറിലെ കൊഴുപ്പ് നീക്കാനുള്ള ശസ്ത്രക്രിയയ്ക്ക് കഴക്കൂട്ടം കോസ്മെറ്റിക് ആശുപത്രിയിൽ വിധേയായത്. 3 ലക്ഷം രൂപ ചിലവിട്ടുള്ള ശസ്ത്രക്രിയ. ചികിത്സയെക്കുറിച്ച് ഡോക്ടറുമായി നേരിട്ട് സംസാരിച്ചതിന് ശേഷമായിരുന്നു ശസ്ത്രക്രിയ. എന്നാൽ ശസ്ത്രക്രിയ നടത്തുമ്പോൾ പ്രാഥമികമായി ഉറപ്പാക്കേണ്ട സൗകര്യങ്ങളൊന്നും ക്ലിനിക്കലിൽ ഉണ്ടായിരുന്നില്ല എന്ന് നീതു പറയുന്നു. നിരീക്ഷണം പോലും പൂർത്തിയാക്കാതെയാണ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത്. ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ നീതുവിന്റെ ആരോഗ്യം വഷളായി. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് നീതുവിനുണ്ടായത്. ഒടുവിൽ 9 വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നു. ഫെസിലിറ്റി ഇല്ലാത്ത കാര്യം അവിടെ നമ്മളടുത്ത് പറയുന്നില്ല. ആദ്യം ഞാൻ അവിടെ ചെയ്യുമ്പോഴത്തേക്ക് അവർ പറയണതെന്ന് വെച്ചാൽ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നോക്കാനുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ്. പക്ഷേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് പോലും ഞാൻ അവിടെ അഡ്മിറ്റ് ആകുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന പോലും DDRCന്ന് പുറത്തുനിന്നൊരു ലാബിൽ നിന്ന് ഒരാൾ വന്നാണ് ബ്ലഡ് ടെസ്റ്റ് വരെ ചെയ്യുന്നത്. സ്ഥിതി വഷളായതോടെ തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീട് ദിവസങ്ങളോളം വെന്റിലേറ്റർ സഹായത്തിൽ ചികിത്സയിൽ. ഇതിനിടയിൽ നീക്കിയത് ഇടതുകൈയിലെ 5ഉം ഇടതുകാലിലെ 4 വിരലുകളാണ്. എന്നാൽ ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും സ്ഥിതി ഗുരുതരമായപ്പോൾ കാലതാമസം സംഭവിച്ചുവെന്നുമാണ് ജില്ലാതല മെഡിക്കൽ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ആരോപണ വിധേയനായ ഡോക്ടർ മറ്റൊരിടത്ത് പ്രാക്ടീസ് തുടരുന്നുമുണ്ട്. ഇതെല്ലാം ഇത്രയും പരാതി കൊടുത്തിട്ട് ഞങ്ങളെ വിളിച്ച് ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിലെല്ലാം ആശങ്കകളുണ്ട്. ഞങ്ങൾക്ക് നീതി കിട്ടും. നാളെ മെഡിക്കൽ ബോർഡ് കൂടുകയാണ്, 21-ാം തീയതി കൊച്ചിയിൽ വെച്ച് കൂടുന്നത്. ഇനി അതിൽ ഞങ്ങൾക്ക് നീതി കിട്ടുമെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, അങ്ങനെ നീതിക്ക് വേണ്ടി നീതു മുട്ടാത്ത വാതിലുകളില്ല. എന്നാൽ 3 മാസമായിട്ടും ആശ്വാസമാകുന്ന ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അന്വേഷണത്തിൽ തൃപ്തരല്ലെന്നും പോലീസിന്റെ ഇടപെടലിൽ സംശയമുണ്ടെന്നും നീതുവിന്റെ കുടുംബം പറയുന്നു. ആശുപത്രിക്കെതിരെ നീതുവിന്റെ ഭർത്താവ് നൽകിയ പരാതിയിൽ തുമ്പ പോലീസും അന്വേഷണം നടത്തുന്നുണ്ട്. വിശദമായ മെഡിക്കൽ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്നാണ് പോലീസിന്റെ വിശദീകരണം. നിലവിൽ വിരലുകൾക്ക് ഫിസിയോതെറാപ്പി ചികിത്സയിലാണ് നീതു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.